ഹലോ, എന്നത്തെയും പോലെ വളരെ ഹാപ്പിയോടെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് വേണ്ട ആവശ്യമുള്ള ഫർണിച്ചേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. എന്നാൽ പിന്നെ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്താലോ ഞാനും തരണി വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. നമുക്ക് പുറത്ത് പോയി വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ നമുക്ക് ഓൺലൈനിൽ വാങ്ങുന്നതാണ് കേട്ടോ. നമ്മുടെ ചെന്നൈയിലെ വീട്ടിലായാലും നമ്മൾ ഓൺലൈനിലാണ് അത്യാവശ്യം വേണ്ട ഓർഗനൈസേഴ്സും ആൻഡ് ഫർണിച്ചേഴ്സും വാങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മുടെ ഇവിടുത്തെ വീട്ടിലേക്കും നമ്മളൊന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കാം. നേരിട്ട് സ്റ്റോറിൽ പോയി വാങ്ങുന്നതിനേക്കാൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആട്ടോ. ഈ പ്ലാനൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ നടത്തിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല കേട്ടോ. അനാവശ്യത്തിന് വേണ്ട ആവശ്യത്തിനുള്ളതെല്ലാം നമ്മൾ വാങ്ങിയില്ലേ നമ്മുടെ ലൈഫ് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത പോലെ തോന്നും. കുഞ്ഞാപ്പു ആണെങ്കിൽ ഉറക്കത്തിന് വേണ്ടി ഭയങ്കര ബഹളമാണ് കേട്ടോ. ഇനി അവൻ ഉറക്കാതെ നമ്മുടെ ഒരു പരിപാടിയും നടക്കില്ല. എന്നാൽ പിന്നെ അവൻ്റെ കാര്യം ആദ്യം നടക്കട്ടെ എന്ന് വിചാരിച്ചു. വെളിയിലാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. നമുക്ക് ഈ മഴയുടെ ശബ്ദവും തണുപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ അവനെ ജനലിൻ്റെ അവിടെ കുറച്ച് നേരം കൊണ്ടുപോയി നിർത്തിയിട്ടോ. അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടന്ന് എൻ്റെ പഠിച്ച പണി 18 നോക്കാതെ അവൻ്റെ ഉറക്കം നടക്കില്ല കേട്ടോ. എന്നാൽ പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു നോക്കി അവനെ ഒന്ന് ഉറക്കാൻ വേണ്ടിയിട്ട്. അവസാനം അത് അവിടെ ഇവിടെയും കറങ്ങി തിരിഞ്ഞ് ആ ജനലിൻ്റെ അടുത്തുള്ള ദിവാങ്കോട്ടെ വന്ന് കിടന്നപ്പോഴേക്കും എന്തോ ആശാനങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവിടെ കിടന്ന് നല്ല ഉറക്കായി. ഇനി വലിയ തട്ടും മുട്ടുമില്ലാതെ അവനെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മുടെ പരിപാടി നോക്കാം. നമ്മുടെ ധരണി എന്തൊക്കെയോ പരിപാടിയിലാണ് കേട്ടോ. എന്നാലും സാരമില്ല, ഇന്ന് ഇത് കയ്യോടെ നടപ്പാക്കിയില്ലേ പിന്നെ നാളെ നീളെ നീളെന്ന് പോകും. പിന്നെ ആഹാരത്തിന് ശേഷം ഒരു സ്നാക്ക് അങ്ങോട്ട് നിർബന്ധം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ചക്ക വറുത്തത് ചൂടോടെ കിട്ടി. എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ കഴിച്ചില്ലേ പിന്നെ എന്ത് രസമല്ലേ. കപ്പയല്ല, ചക്ക. ഇന്ന് ഇതിനെ കഴിച്ചോണ്ട് ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറയാൻ ഇരിക്കുക. കഴിഞ്ഞു. വെയിറ്റ് ചെയ്യുവാണോ? അല്ല, ഒന്നാം തീയതി ആയാലും ആയില്ലേലും ആവശ്യം വന്നാൽ പർച്ചേസ് ചെയ്യണം. വേണ്ടടോ വേണ്ടടോ 1000-ഉള്ളിലെ എന്റെ അപ്പൂപ്പനാണ് കട വെച്ചത്. 1000-ഉള്ളിൽ എന്തായാലും മേടിക്കാൻ പറ്റുമോ? പറ്റും. സോ നമ്മളിപ്പോൾ നാട്ടിലാണുള്ളത് കേട്ടോ. നാട്ടിലെ നമ്മുടെ പുതിയ വീട്ടിലാണുള്ളത്. സോ നമ്മൾ ചെന്നൈയിൽ നിന്ന് വരുമ്പോഴാണ് ഇവിടെ താമസമുള്ളൂ. അതുവരെ നമ്മൾ വീട് പൂട്ടിയിട്ടൊക്കെ ആയിരിക്കും. കാരണം ഇവിടെ സ്ഥിരമായി താമസിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്കും അമ്മയ്ക്കും വന്നിട്ടില്ല. കാരണം അമ്മ പുറത്താണ്, നമ്മൾ ചെന്നൈയിലാണ്. അപ്പം നാട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മളിവിടെ താമസിക്കുന്നത്. ഇത് നമ്മളൊരു 6 months ബാക്ക് അമ്മയുടെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു. അങ്ങനെ അമ്മ മേടിച്ച വീടാണിത്. അപ്പം നമ്മൾ അങ്ങനെ നമുക്ക് അധികം ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നിനും സമയമില്ലായിരുന്നു. മേടിച്ച ഉടനെ അമ്മ പുറത്തേക്ക് പോയി. ഞങ്ങൾ ചെന്നൈക്കും പോന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ വേണ്ട കാര്യങ്ങളൊന്നും മേടിക്കാനോ ഒന്ന് സെറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല. അപ്പം നമ്മൾ ഇത്തവണ നമ്മൾ ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു ലോങ് ടേം പ്ലാൻ ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പൊ കുറച്ച് നാൾ നമ്മൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിച്ചു ചെറിയ ചെറിയ കിച്ചൺ ഓർഗനൈസ് ഫർണിച്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ ധാരണയെ പിടിച്ചിരുത്തിക്കാണ്. ഇരുത്തിയില്ല, ഞാൻ തന്നെ കയറി ഇരുന്നതാ. എന്താണെന്നറിയോ? ഞാനില്ലെങ്കിൽ എന്ത് പത്തുവോ മൊത്ത പൈസ കളയും. അതുകൊണ്ടാണ് ഞാൻ കയറി ഇരുന്നത്. ചെറിയ രീതിയിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്ക് ഓൺലൈനിൽ കിട്ടുമോ നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഓൺലൈൻ ഷോപ്പിംഗ്. നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മുടെ മൈൻഡിനെ ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ആഫ്റ്റർ മാരേജ് ധാരണയ്ക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടും ചുറ്റുപാടുകളും വൃത്തിയായും ഓർഗനൈസ്ഡ് ആയും വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ പുതിയ വീട് കാണുമ്പോൾ എന്തോ എനിക്ക് ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെ തോന്നും. എന്നാൽ പിന്നെ ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. അതിതീവ്രമായ ഗൂഢാലോചനകൾക്ക് ശേഷം നമുക്ക് മനസ്സിലായി ആദ്യം നമ്മൾ കൈവയ്ക്കേണ്ടത് ഹോളിലാണ് കേട്ടോ. പിന്നെ കിച്ചണിൽ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ഓർഗനൈസേഴ്സ് വാങ്ങി വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ആഫ്റ്റർ മാരേജിന് ശേഷമാണ് കേട്ടോ ധാരണയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആയത്. വീട് കുറച്ച് നീറ്റാക്കി വെക്കണം, കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ചെന്നൈയിലില്ലെങ്കിലും പുള്ളി കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഹോളിലേക്കൊരു സോഫ നോക്കിയിരുന്നു കേട്ടോ. അതെന്തായാലും ഓൺലൈനിൽ വാങ്ങിയാൽ നമുക്ക് ഓക്കെ ആവില്ല എന്ന് തോന്നി. അതുകൊണ്ട് നമ്മളത് നേരിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള പർച്ചേസും കാര്യങ്ങളുമാണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ ചെയ്തത്. എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? പിന്നെ
പ്ലംബർ ആണോ? നല്ല രസമുണ്ടല്ലേ. ഉം. ഒരു ചെറിയ ബാസ്കറ്റ് പോലെ എന്തോ ഒരു ഫർണിച്ചർ. മറ്റേ എങ്ങനെ പറയുന്നതിന്, നമ്മുടെ വീട്ടില് ചെന്നൈയിലുള്ളത് പോലെ ഇരിക്കാനാ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്റ്റൂളാട്ടോ ധാരണ പറയുന്നത്. ഇതേ സ്റ്റൂൾ നമുക്ക് ചെന്നൈയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും ഇത് മേടിക്കാമെന്ന് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ചെന്നൈയിൽ ഇതൊരു സ്ട്രീറ്റ് സൈഡ് ഷോപ്പിൽ നിന്നാട്ടോ മേടിച്ചത്. മേടിക്കുമ്പം നമുക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ നല്ല ക്യൂട്ട് ഉണ്ടായിരുന്നു, ഒരു ക്ലാസി ലുക്ക് കിട്ടുമെന്ന് തോന്നി. അതുകൊണ്ടാട്ടോ നമ്മൾ അവിടെ വാങ്ങിയത്. അപ്പം നമുക്ക് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എങ്ങനെ, ഇതിൽ ഒരാൾ ഇരിക്കാൻ പറ്റും, ഇത്ര വെയിറ്റിൽ ഒരാൾ ഇരിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നി. പക്ഷേ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 80-90 ആ ഒരു വെയിറ്റുള്ള ആളുകൾ വരെ ആ ചെയറിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സെയിം പ്രോഡക്റ്റ് തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇത് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. ഇൻ കേസ് നമുക്കും നമ്മുടെ വീടൊക്കെ കുറച്ച് അറേഞ്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു ക്ലാസി ലുക്ക് കൊണ്ടുവരണം, അങ്ങനെയൊക്കെ തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പ്രൈസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് പറയുന്നത്. കാരണം ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. ഒരു ലക്ഷറി ലുക്ക് എന്തായാലും നമുക്ക് അത്രയും അഫോർഡ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഒരു ക്ലാസി ലുക്കിലേക്കെല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഇത്രയും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടും കേട്ടോ. ഇൻ കേസ് എനിക്കതിൻ്റെ ക്വാളിറ്റി എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഈ പ്രൈസിന് വാങ്ങുമ്പോൾ നമുക്കൊന്ന് വാങ്ങി നോക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പ്രൈസ് കാണിച്ചത് 3 സ്റ്റൂളിനോട് ചേർത്താണ് കേട്ടോ ആ പ്രൈസ് കാണിച്ചത്. അപ്പം നമുക്കത് ഓക്കെ അല്ലേ. ആ സ്റ്റൂൾ നമുക്ക് അങ്ങനെ തന്നെ വാങ്ങി ഇരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഇരിക്കുമ്പോൾ കുറച്ച് കംഫർട്ട് ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കുഷ്യനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ പെയർ ചെയ്താലേ നമുക്ക് ആ ഒരു ക്ലാസി ലുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. അമ്മ ചെന്നൈ വീട്ടിൽ വന്നപ്പോൾ തൊട്ടിട്ട് അവിടെ ഒരു ട്രേ ഇരിപ്പുണ്ട് കേട്ടോ, പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നത്. അത് അമ്മയ്ക്കും വേണമെന്നായി. അപ്പം ഞാനത് ഓൺലൈനിൽ മേടിച്ചതായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അമ്മയ്ക്കും ഒന്ന് വാങ്ങാനായിട്ട്. എനിക്കൊരു അസുഖം കൊണ്ടിട്ട് ഈ പാത്രങ്ങളെല്ലാം കൂടെ കുന്നുകൂടി ഈ കിച്ചൺ പ്ലാറ്റ്ഫോമിൽ കിടക്കുക, അല്ലെങ്കിൽ ഈ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ വയ്ക്കുക, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴും എനിക്ക് കിച്ചൺ എവിടെ നോക്കിയാലും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് നീറ്റായിട്ട് കിടക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മേടിച്ച ട്രേയും അതിനനുസരിച്ചുള്ളതായിരുന്നു കേട്ടോ. കുറച്ച് പാത്രങ്ങളെ നമുക്ക് കഴുകി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രങ്ങളുടെ ഉപയോഗവും നമ്മൾ കുറയ്ക്കുമല്ലോ. അത് മനസ്സിലാക്കിയിട്ടാണോ എന്തോ അമ്മയും പറഞ്ഞു അമ്മയ്ക്ക് അതുപോലെ ഒരെണ്ണം വേണമെന്ന്. അതാകുമ്പോൾ കിച്ചണും കുറച്ച് നീറ്റായി കിടക്കുമല്ലോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ആ ട്രേ. കണ്ടോ, ബഡ്ജറ്റും അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെയും ഇങ്ങോട്ടും ഞാൻ ഈ കളറിൽ തന്നെയാണ് വാങ്ങിയത്. കുഞ്ഞാപ്പൂ നമ്മുടെ കൂടെ ഷോപ്പിംഗ് ചെയ്യാൻ പോകട്ടോ. കുഞ്ഞാപ്പൂ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ. എന്നാൽ പിന്നെ അവനെയും കൂടെ കൂട്ടാന്ന് കരുതി. അവനിങ്ങനെ മടി കയറിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പ്ലാനിലുണ്ടായിരുന്ന ഒരു ബാംബൂ കർട്ടനാണ് കേട്ടോ, നമ്മുടെ വരാന്തയിൽ ഇടാൻ വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ, ലാസ്റ്റ് ടൈം വെയിലടിച്ചിട്ടുണ്ടല്ലോ, പറയാൻ വയ്യ. എൻ്റെ വരാന്തയിലുണ്ടായിരുന്ന 2 ചെടിച്ചട്ടിയാണ് കരിഞ്ഞു പോയത്. അയ്യോ, ചെടിച്ചട്ടിയല്ല, ചെടിയും ഉണ്ടായിരുന്നു. ആ ചെടി രണ്ടും കരിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതിന് അടുത്ത തവണ ഉറപ്പായിട്ട് ഒരു ബാംബൂ കർട്ടൻ വാങ്ങിയേ പറ്റുള്ളൂ. നമ്മൾ വാങ്ങാൻ വിചാരിച്ചപ്പോഴേക്കും കാലാവസ്ഥ നമുക്ക് അനുയോജ്യമല്ല കേട്ടോ, നല്ല മഴയാണ്. ശരിയാണ്, മഴ സമയത്ത് വാങ്ങിയാലും നമുക്കത് ചുരുട്ടി മേളിലേക്ക് വെച്ചാൽ മതി. വെറുതെ എന്തിനാ കാശ് കൊടുത്ത് മേടിച്ച് ചുരുട്ടി മേളിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ പ്ലാൻ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഒരു TV സ്റ്റാൻഡാണ് കേട്ടോ. പിന്നെയാണ് മനസ്സിലായതെന്ന് TV സ്റ്റാൻഡിൻ്റെ മേളിൽ നമ്മുടെ TV വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തോ ടോയ് വെച്ച പോലെ ഉണ്ടാവുന്നു. കാരണം നമ്മുടെ TV തീരെ ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളൊരു വാൾ മൗണ്ട് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമായില്ല. തീരുമാനിച്ചു, പിന്നെന്താ, മേടിച്ചോ. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾക്കൊക്കെ കാരണം എൻ്റെ ജീവിതാനുഭവങ്ങളാണ് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് അതങ്ങനെ തിങ്ക് ചെയ്യാനുള്ള ബോധമൊന്നുമില്ലായിരുന്നു. പിന്നെ ധരണി വന്നതിന് ശേഷമാണ് കേട്ടോ ആ മാറ്റങ്ങളും ഉണ്ടായത്. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ ചെന്നൈ വീട്ടിൽ ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ബാൽക്കണി കിട്ടിയ ശേഷം ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ പൊടി തട്ടി പുറത്തെടുത്തു. ഇനി എനിക്ക് ഗാർഡനിങ് ചെയ്യണം. ഇനി നമ്മുടെ വീട്ടിൽ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറികളൊന്നുമല്ല, നമ്മളിങ്ങനെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതായിരിക്കും നമ്മൾ കഴിക്കുക. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിട്ടോ എനിക്ക് പണ്ട് തൊട്ടേ ഗാർഡനിങ്, ഇങ്ങനെ ഡെക്കറേഷൻസ്,
വീടൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എൻ്റെ ഉള്ളിൽ കിടന്ന ആഗ്രഹങ്ങളൊക്കെ ഞാൻ പുറത്തെടുക്കാനുള്ള സമയമായിരുന്നു എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ധർണിയോട് പറഞ്ഞു എനിക്ക് കുറച്ച് വിത്തും ചെടികളൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റേതായ പർച്ചേസൊക്കെ ഞങ്ങൾ ചെയ്യാൻ പോയി. ഒരു തവണ എനിക്ക് വാലൻറ്റൈൻസ് ഡേയുടെ അന്നാന്ന് തോന്നുന്നു, ധരണി എന്നോട് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാനും ഒട്ടും മടിക്കാതെ തന്നെ, ഇപ്പം എൻ്റെ ഫുൾ ഫോക്കസ് ഗാർഡനിങ്ങിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും മടിക്കാതെ ഞാൻ പറയാം എനിക്ക് ചെടികൾ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പുള്ളി ഒട്ടും മടിക്കാതെ ഞങ്ങൾ ഇൻഡോർ പ്ലാന്റ്, ഔട്ട്ഡോർ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു 5,000 ചെടികൾ മേടിച്ചുകൊണ്ട് വന്നു. അതും കുറച്ച് കൃഷി വിത്തുകളും ഒക്കെ മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് ബാൽക്കണിയിലും വീടിൻ്റെ അകത്തും ഒക്കെ ആയിട്ട് വെച്ചു. അപ്പോൾ എനിക്കത് തിങ്ക് ചെയ്യാനുള്ള ബോധം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ സമയത്ത് ഈ ചെടികളൊക്കെ ആര് നോക്കും എന്നായി എനിക്ക്. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ ഓപ്പോസിറ്റ് നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അവളോട് പറഞ്ഞു എടാ ഞങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത് നീ ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞു. അവളും ഓക്കെ, അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെടികളൊക്കെ നോക്കിട്ടോ. എന്താണെന്നറിയില്ല, നമ്മളവിടെ ഇല്ലയെന്ന് എന്തോ ചെടികൾക്ക് മനസ്സിലാക്കിയിട്ടാണോ എന്തോ അതിൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി. ഞങ്ങൾ വന്ന് നോക്കിയ സമയത്ത് ചെടിയിൽ നിന്ന് അടുത്ത് ചെടിയുടെ ചെടിച്ചട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആ പരിപാടികളൊക്കെ ഒഴിവാക്കി, പിന്നെ പ്ലാസ്റ്റിക് ചെടികളിലേക്കായി എൻ്റെ കംപ്ലീറ്റ് ഫോക്കസ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് നോക്കിയ പ്രോഡക്റ്റ് ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് ആയിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക് പ്ലാന്റിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അതാണെങ്കിൽ നല്ല കിഡിലൻ ഓഫറിൽ നല്ല അടിപൊളി ചെടികളായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ. എന്തായാലും 295 ഇതാ നമുക്ക് 4 5ആണോ എത്രയെന്ന് എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. എത്രയാ നോക്കാലോ, 4 ആർട്ടിഫിഷ്യൽ ചെടി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ, കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ഞാനത് എന്തായാലും മിസ് ചെയ്യാതെ ഓർഡർ ചെയ്തു കേട്ടോ. എനിക്ക് കാണുമ്പം തീരെ ചെറുതായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ നമ്മൾ മേടിച്ച് കഴിയുമ്പോഴേ നമുക്കറിയുള്ളൂ നമ്മൾ എവിടെയാണത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിന് ചേഞ്ചസ് വരും. നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ ഈ നോക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഈസി റിട്ടേൺ ആണ് കേട്ടോ. സോ നിങ്ങളും ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ നോക്കി തന്നെ വാങ്ങാവൂ. അങ്ങനെ നമ്മുടെ ഈ കലാപരിപാടികളുടെ അവസാനത്തോടനുബന്ധിച്ച് നമ്മുടെ ലിസ്റ്റിലുള്ള ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ കാർപ്പറ്റ്. ലിവിങ് റൂമിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലല്ലേ, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ചിരുന്നത്. എന്നാലും എനിക്കൊരു കാർപ്പറ്റ് ഇല്ലെങ്കിൽ ഒരു സമാധാനം വരില്ല. കാർപ്പറ്റ് പണ്ട് തൊട്ടേ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. നിങ്ങൾ പലതരം വീക്ക്നെസ് കേട്ടിട്ടുണ്ടോ, പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കുമല്ലേ. എന്താണെന്നറിയില്ല, എനിക്ക് വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് ആ ലിവിങ് റൂം അങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അവസാനം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബഡ്ജറ്റിൽ താഴെ വലിയ ലുക്കോ വർക്കോ ഇല്ലാത്തൊരു കാർപ്പറ്റ് നമുക്ക് കിട്ടിയിട്ടോ. ഒരു പേരിന് ഒരു കാർപ്പറ്റ് വേണമെന്നേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, എന്തായാലും അത് കിട്ടിയിട്ടോ നമുക്കിവിടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസിൽ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ എന്ത് വേണമെങ്കിലും ഞങ്ങളോട് പറയാം കേട്ടോ. അതെല്ലാം നിങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. ഒപ്പം ഞങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലും ഇംപ്രവൈസേഷനോ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.